അടുത്ത മാസം നിശ്ചയിച്ച വിവാഹത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു പുഞ്ചിരിമട്ടത്തെ മുഹമ്മദ് റാഫി. മുണ്ടക്കയിൽ നിന്ന് പൊട്ടിയിറങ്ങിയ മഹാദുരന്തം എല്ലാം തകിടം മറിച്ചു. ഉരുൾപൊട്ടൽ തകർത്ത വീട്ടിലേക്ക് ദിവസങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് സ്വർണവും പണവും മോഷണം പോയ വിവരം റാഫി അറിഞ്ഞത്. ദുരന്തം തകർത്തെറിഞ്ഞ പുഞ്ചിരിമട്ടത്ത് അവശേഷിപ്പുകൾ തേടിയെത്തിയതാണ് ഈ കുടുംബം. മലവെള്ളപ്പാച്ചിൽ നിന്ന് രക്ഷപ്പെടാൻ വീട് വിട്ടപ്പോൾ ആധാറും അത്യാവശ്യം സർട്ടിഫിക്കറ്റുകളും മാത്രമേ കയ്യിലെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലെത്തി നടത്തിയ തിരച്ചിലാണ് വിലപിടിപ്പുള്ള പലതും മോഷണം പോയ വിവരം മനസ്സിലാക്കുന്നത്. റാഫിയുടെ വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപയും നഷ്ടപ്പെട്ടു. 2 ലക്ഷത്തോളം പൈസ ഉണ്ടായിരുന്നു. അത് സെപ്റ്റംബർ 8-ാം തീയതി കല്യാണം, മോൻ്റെ കല്യാണം. അപ്പോൾ ആ കല്യാണത്തിനേക്കുള്ള പൈസ ആയിരുന്നു. നമുക്ക് കിട്ടാനുള്ളതാണെങ്കിലും. അടുത്ത മാസം ആഘോഷമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന നിക്കാഹ് ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വരുമെന്ന് റാഫിയുടെ പ്രതീക്ഷയറ്റ മറുപടി. സെപ്റ്റംബർ 4-ന് നിക്കാഹ്, 7-ന് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള രീതി. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നുമില്ലാണ്ട് ചെറിയ പരിപാടിയാക്കിയിട്ട് ഒറ്റ ദിവസം പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാം അങ്ങനെയുള്ള. ഈ ദുരവസ്ഥ ദുരന്തം മുറിവേൽപ്പിച്ച മറ്റു പലരുടേതും കൂടിയാണെന്ന് ഇവർ പറയുന്നു. ഒരായുസിന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ട മനുഷ്യരുടെ പ്രത്യാശ കൂടിയാണ് ഇവിടെ കവർന്നെടുക്കപ്പെടുന്നത്. പുഞ്ചിരിമട്ടത്തു നിന്നും ക്യാമറമാൻ രാഹുൽ വി എസിനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24.